ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു പുതിയ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുടെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഒരു ഗ്ലാസ് പച്ചരിയും ഒരു 1/4 സ്പൂണോളം ഉലുവയും കൂടെ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു 6 മണിക്കൂർ ഒന്ന് വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഒരു 1/2 ഗ്ലാസ് അവലും കൂടെ നമ്മളൊരു 1/2 മണിക്കൂർ കുതിർക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതെല്ലാം ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ എത്രയാണോ നിങ്ങൾ പച്ചരി എടുക്കുന്നത് അതിൻ്റെ പകുതിയായിരിക്കണം അവലെടുക്കാൻ. അപ്പോൾ പച്ചരി അവലും കൂടി ഇട്ടതിന് ശേഷം ഇനി നമുക്ക് ഒരു 1/4 ഗ്ലാസ് തൈരും അതിൻ്റെ കൂടെ ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതിനോട് സെപ്പറേറ്റ് വെള്ളമൊന്നും ഒഴിക്കുന്നില്ല, നമ്മൾ തൈരിലാണ് ഇത് അരച്ചെടുക്കുന്നത്. തൈരെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അധികം പുളിയില്ലാത്ത തൈര് വേണം എടുക്കാൻ. അരച്ചെടുത്ത മാവിലേക്ക് 1 സ്പൂണ് പഞ്ചസാരയും ഒരു 1/2 സ്പൂണ് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ദോശമാവൊക്കെ റെഡിയാക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിൽ വേണം ഈ മാവും റെഡിയാക്കിയെടുക്കാൻ. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി ഒരു ഓവർനൈറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ നമ്മളൊരു ഓവർനൈറ്റ് നമ്മുടെ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. സാധാരണ ദോശമാവ് പൊങ്ങി വരുന്നത് പോലെ ഈ മാവ് പൊങ്ങി വരില്ല. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അവലും അതേപോലെ പച്ചരിയൊക്കെ ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാനൊരു 1/2 സ്പൂണ് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മാവൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അതിനുവേണ്ടി നമ്മളിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ പാൻ ഒന്ന് ചൂടാക്കിയെടുക്കുക. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. അതിനുശേഷം ചൂടായതിന് ശേഷം നമുക്ക് ഇതേപോലെ മാവ് ഒഴിച്ചു കൊടുക്കാം. കുട്ടി കുട്ടി അപ്പമായിട്ടാണ് നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത്. അല്ല, നിങ്ങൾക്ക് ദോശ പോലെ വലുപ്പത്തിൽ റെഡിയാക്കി എടുക്കണമെങ്കിലും അതേപോലെയും ചെയ്തെടുക്കാവുന്നതാണ്. ഇതേപോലെ ഒന്ന് കുക്കായതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരപ്പം നമ്മൾ മറച്ചിടുന്നില്ല. അപ്പോൾ നെയ്യും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്കിനി ഇതൊന്ന് മൂടി വെക്കാം. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചുട്ടെടുക്കാവുന്നതുമാണ്. അപ്പോൾ 1-2 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ അവലപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ബാക്കിയും കൂടെ ചുട്ടെടുക്കാം. നമ്മൾ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു മടുക്കുന്ന സമയത്തും വെറൈറ്റികൾ പരീക്ഷിക്കാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ ചെയ്തു നോക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. മുട്ടക്കറിയുടെ കൂടെയും ചിക്കൻ കറിയുടെ കൂടെയും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. നമ്മുടെ അടുത്ത ദോശ ഇതേപോലെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം ജോലിക്ക് പോകുന്നവർക്കും ബാച്ചിലേഴ്സിനൊക്കെ രാവിലെ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.